നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരത്തെ സ്വകാര്യ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൽ സ്വർണം കൈക്കലാക്കി തട്ടിപ്പ് നടത്തിയ കേസ്, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഓരോ ദിവസവും നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവരുന്നു. ചില പ്രതിയുടെ ഓഡിയോകളടക്കം പുറത്തുവരുന്നുണ്ട്. വെങ്ങാനൂർ പനങ്ങോട് സ്വദേശി സിന്ധുവാണ് വിഴിഞ്ഞം പോലീസിന്റെ പിടിയിലായത്. സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം കേസുകളിൽ പ്രതിയാണ് പിടിയിലായ സിന്ധുവിന്റെ തട്ടിപ്പിനിരയായ 2 യുവതികൾ കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയിരുന്നു. ഇവരിൽ വെങ്ങാനൂർ സ്വദേശി അഞ്ജു ചികിത്സയിലിരിക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു. പിന്നാലെ ഐശ്വര്യയും മരിച്ചു. ഈ സിന്ധുകുമാരിയുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രം 1.5 കോടി രൂപയുടെ ഇടപാട് ഇവർ നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഒരു ബാങ്കിൽ മാത്രം പ്രതിക്ക് 4 അക്കൗണ്ടുകളും മറ്റ് 2 ബാങ്കുകളിൽ 2 അക്കൗണ്ടുമുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളും പിടിച്ചെടുത്ത ഫോണുകളും പരിശോധനയ്ക്ക് വിധേയമാക്കും. നിലവിൽ 17 പരാതികളാണ് കിട്ടിയിട്ടുള്ളത്. 175 പവനിലേറെ തട്ടിയെടുത്തതായാണ് പ്രാഥമിക വിവരം. വസ്തു ആധാരം കൈക്കലാക്കിയും വായ്പാ തട്ടിപ്പ് നടത്തിയതായി പരാതിയുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. വിശദ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് അടുത്തയാഴ്ച അപേക്ഷ നൽകും. മാത്രമല്ല, സൊസൈറ്റികളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് സിന്ധുകുമാരിയുമായി അടുപ്പമുള്ള മറ്റ് സൊസൈറ്റികളിലേക്കുമാണ് പോലീസിന്റെ അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. സിന്ധുകുമാരിക്കെതിരെ കൂടുതൽ പരാതികൾ വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം അഞ്ജു ഈ സിന്ധുകുമാരിയോട് തന്റെ അവസ്ഥ പറഞ്ഞുകൊണ്ട് അയച്ച ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. പരിതാപകരമാണ് അഞ്ജുവിന്റെ വാക്കുകൾ. വളരെ വേദനയോടെയാണ് സിന്ധുകുമാരിയോട് ഒരു അവസാന ഒരു ശ്രമം എന്ന രീതിക്ക് ആ സ്വർണം അല്ലെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ള ശ്രമം അഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സിന്ധുകുമാരിയുടെ മറുപടിയൊക്കെ വളരെ ക്രൂരമായിരുന്നു. എന്നാലും അവരുടെ ഒരു വോയിസ് ക്ലിപ്പിലേക്ക് പോകാം. ഹലോ ആന്റി, ഇന്ന് 15-ാം തീയതി ആയ ആന്റി, എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക്? ഒന്നും വന്നില്ല, അതിൻ്റെ കഴിയും. 2 പേര് വന്ന് നോക്കിയിട്ടൊക്കെ പോയി. ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ചെയ്താലേ എനിക്ക് എന്തെങ്കിലും ചെയ്ത് തരാൻ പറ്റും. 15-ാം തീയതി ആയെങ്കിൽ വയ്യ, എനിക്ക് കല്ലില്ല. അതുകൊണ്ടാണ് നിങ്ങളെ ഈ വരണതും ആൾക്കാരെ വിളിച്ചോണ്ട് വരണതും. എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ കയറി ഇറങ്ങി വരണത്. നമ്മളെ അവസ്ഥ അത്. പൈസ വേണ്ട ഇതിനല്ല, എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ലൈവ് ആയാലേ എനിക്ക് കാണിക്കാം. അതൊക്കെ ഏതെങ്കിലും ലൈവ് ആയാലും എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ശരിയല്ല ആന്റി, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം നമുക്ക് നിക്ക കല്ലില്ല ആന്റി. നിങ്ങളെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. സത്യം, നമുക്ക് നിങ്ങൾ അറിയല്ലോ, നിങ്ങളുടെ ജീവിതത്തിന്റെ പകുതി വരെ ആയി. സത്യമാണ്, എനിക്ക് വയ്യ. നമ്മൾ പല മാർഗങ്ങളും നോക്കണം സത്യം പറഞ്ഞത്. കാരണം നമ്മൾ ജീവിക്കാനുള്ള കൊതി കൊണ്ടിട്ടാണ് ഈ പല മാർഗങ്ങളും നോക്കണത്. എങ്ങനെയെങ്കിലും നിങ്ങൾ കുറച്ച് പൈസയെങ്കിലും ഇപ്പൊ സത്യം കടക്കാരെ കൊണ്ട് ഞങ്ങൾക്ക് നിവർത്തിയില്ല. കടക്കാരെ കൊണ്ട് കൊടുത്ത് വയ്യ. എല്ലാവർക്കും ഞാൻ ഫിനാൻസിലുണ്ട്. അത്രയായിട്ട് തളർന്നിരിക്കുന്നത്. ആ കൊച്ചിനൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ പോലും അവളെ കൊണ്ട് നിവർത്തിയില്ല. അവളിന്ന് എന്നെ വിളിച്ച് എന്തോരം കരഞ്ഞെന്നറിയാം. കാരണം അവളെ കൊടുക്കാനേ ഉള്ളൂ ഇപ്പൊ എല്ലാവർക്കും. കാരണം അവൾ അത്രയ്ക്ക് കടം വാങ്ങിച്ചിട്ട് അവളെ കയ്യിൽ കൊച്ചിനൊരു മുട്ടായി വാങ്ങാനുള്ള പൈസ പോലും അവളില്ല. അവളെ പറഞ്ഞ ഇത്രയും വർഷമായിട്ട് ഇപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവളെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവളെ കൊച്ചിനെ ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാതെ ഇരിക്കുന്നത്. ശമ്പളം കിട്ടണില്ല. ശമ്പളം തരണ എങ്ങനെ? ചിഞ്ചേച്ചിക്ക് തന്നെ പൈസ കൊടുക്കാറുണ്ട്. അപ്പൊ ചിഞ്ചേച്ചി എങ്ങനെ ശമ്പളം തരണത്? അത് ചോദിക്കാൻ പറ്റോ? ഒന്നും പറ്റിയൊന്നുമില്ല. ഞാൻ നിവർത്തിയോടുണ്ട് ചോദിക്കണാണ്ട്. എന്തെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് സഹായിക്കാണ്ട്. സത്യമായിട്ട് വയ്യ നമ്മളെ കൊണ്ട്. എത്ര ലക്ഷം രൂപ കടം വാങ്ങിച്ചിരിക്കണമെന്ന് അറിയാമോ? അതേസമയം യുവതികളിൽ നിന്ന് സ്വർണം കൈക്കലാക്കിയ ശേഷം സിന്ധു രാജ്യം വിട്ടിരുന്നു. അമേരിക്കയിൽ മകൾക്കൊപ്പമായിരുന്നു സിന്ധു താമസിച്ചിരുന്നത്. ജീവനൊടുക്കിയ അഞ്ജുവിൽ നിന്ന് 20 ലക്ഷം രൂപയാണ് സിന്ധു കൈക്കലാക്കിയത്. 50 പവൻ സ്വർണം ജീവനൊടുക്കാൻ ശ്രമിച്ച ഐശ്വര്യ എന്ന യുവതിയിൽ നിന്ന് വാങ്ങിയിരുന്നു. വെങ്ങാനൂർ അമരവിളയിലുള്ള സൂര്യ ഫിനാൻസിലെ ജീവനക്കാരാണ് മരിച്ച അഞ്ജുവും ഐശ്വര്യയും. എന്തായാലും സിന്ധുകുമാരിയുടെ പ്രതിയായ സിന്ധുവിന്റെ ഫോണിൽ നിന്നും വിഴിഞ്ഞം പോലീസിന് നിരവധി തെളിവുകളാണ് കിട്ടിയത്. കൂടുതൽ പേർ പ്രതിക്കെതിരെ പരാതികളുമായി രംഗത്തെത്തി. വളരെ നടുക്കുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. മാത്രമല്ല, ഇപ്പോൾ അഞ്ജു സിന്ധുകുമാരിയോട് സംസാരിക്കുന്ന ഓഡിയോ നമ്മൾ കേട്ടു.
ഐശ്വര്യയും സിന്ധുകുമാരിയുടെ വീടിന് മുന്നിലെത്തി ഈ ഒരു സ്വർണം തിരിച്ചു കിട്ടണമെന്ന ആവശ്യവുമായി സിന്ധുകുമാരിക്ക് അരികിലെത്തിയിരുന്നു. അവരുടെ വാക്കുകളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ഹലോ, ആരും ഇതിൽ ഒരു ബന്ധമില്ല. എന്റെ വീട്ടിലെ സ്വർണ്ണമാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. നിങ്ങൾ KSFL ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്റെ ചേച്ചിയുടെ, എന്റെ അമ്മയുടെ, ഞാൻ തന്നത് നിങ്ങൾക്ക്. അതെവിടെ ഇരുന്നത്? എന്റെ ഫിനാൻസ് ഞാൻ പണയം വെച്ചിരുന്നതല്ലേ? നിങ്ങളെ പണയം വെച്ചിരുന്നത്. നിങ്ങൾ പണയം വെച്ച് നിങ്ങൾ KSFL കൊണ്ടുപോയി ചിട്ടി ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾക്ക് മറന്നുപോയാ? വിളിക്കാം. എനിക്കൊരു മറുപടി പറ. എനിക്ക് തീരെ ഗതി കെട്ടിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ വന്നത്. ഈ രാവിലെ ഹലോ, എവിടെയുണ്ടടി? എത്ര മണിക്ക് ഇറങ്ങും ചിഞ്ചു? ഇതെന്തേലും പറയുമ്പോ അവിടെ കിടന്നു. അപ്പൊ ഞാന് 9:30 ആകുമ്പോ അങ്ങോട്ട് വരാം. നീ അവിടെ കാണണേ. എനിക്കൊരു എന്തൊരു പേര്? അനീഷ. ഒരു അനീഷ് എന്ന് പറയുന്ന ഒരാളും പിന്നെ ഐശ്വര്യയൊക്കെ കൂടെ വന്നിരിക്കണേ. അപ്പം എനിക്ക് അവിടെ ഇരുന്ന് ഈ പണയങ്ങൾ ഇവരെടുത്ത ഡേറ്റുകൾ, ഡേറ്റ് ബൈ ഡേറ്റ് ആയിട്ടുള്ളതെല്ലാം ഐശ്വര്യം എടുത്ത ഡേറ്റുകൾ ഇതെല്ലാം കൂടെ നീ പിന്നെ ഒന്ന് ലിസ്റ്റ് എടുത്തതാ. അവിടെ അങ്ങേരെ കാണൂല്ലേ? അവിടെ നിന്ന്